ശക്തരായ ആളുകൾ എല്ലാവരുമായി ബന്ധം സ്ഥാപിക്കാറില്ല. അവർ ഈ കളിയുടെ നിയമങ്ങൾ മനസ്സിലാക്കുന്നവരുമായി മാത്രമേ കൂട്ടുകൂടാറുള്ളൂ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഇതൊക്കെ നോക്കിക്കണ്ട് എന്തുകൊണ്ടാണ് തനിക്ക് മുന്നിൽ വാതിലുകൾ അടഞ്ഞുകിടക്കുന്നതെന്നും അവസരങ്ങൾ നഷ്ടമാകുന്നതെന്നും ഓർത്ത് അത്ഭുതപ്പെടുകയായിരിക്കും. നിങ്ങളെക്കാൾ പകുതി മാത്രം കഴിവുള്ളവർ നിങ്ങൾക്കൊരിക്കലും പ്രവേശിക്കാൻ കഴിയാത്ത മുറികളിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ഇത് ഭാഗ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല. സ്വാധീന ശക്തിയുള്ളവരുടെ ലോകത്തെ നിയന്ത്രിക്കുന്ന ആരും പുറത്തു പറയാത്ത ആ നിയമങ്ങൾ അറിയുന്നത് കൊണ്ടാണ് അവർ അവിടെ എത്തിയത്. 5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിക്കോളോ മാക്യുവെലി ഇത് മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ പ്രമുഖരും ഈ തത്വങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ ഇതൊന്നും സ്കൂളുകളിൽ പഠിപ്പിക്കില്ല. ആരും പരസ്യമായി ചർച്ച ചെയ്യുകയുമില്ല. ഈ നിയമങ്ങൾ രഹസ്യ ക്ലബ്ബുകളിലും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ബോർഡ് റൂമുകളിലും മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ ഓരോ ഇടപെടലുകളെയും സംഭാഷണങ്ങളെയും മാറ്റിമറിക്കും. നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം ശക്തനാക്കാൻ സഹായിക്കുന്ന 13 നിയമങ്ങൾ താഴെ നൽകുന്നു. 1-ാം നിയമം: അടുപ്പം സ്ഥാപിക്കുന്നതിന് മുൻപ് പ്രയോജനമുള്ളവനാകുക. ശക്തരായ ആളുകൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെയോ നിങ്ങളുടെ കഴിവുകളെയോ കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അവർക്ക് ഒരൊറ്റ കാര്യമേ അറിയേണ്ടതുള്ളൂ: ഇപ്പോൾ നിങ്ങളെ കൊണ്ട് അവർക്ക് എന്തു പ്രയോജനമുണ്ട്. ഇതാണ് 1-ാം നിയമം. നിങ്ങൾക്ക് ശക്തരായ ആളുകളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു ആരാധകനെ പോലെ ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്തോ ആവശ്യമുണ്ടെന്ന ഭാവത്തോടെ അവരെ സമീപിക്കരുത്. കാരണം നിങ്ങളുടെ ആവശ്യകത അല്ലെങ്കിൽ ദയനീയത അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ അദൃശ്യനാകും. അവരോട് എന്ത് ചോദിക്കണം എന്നതിന് പകരം അവരുടെ എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുക. നിങ്ങൾ ആദ്യം അവർക്കൊരു മൂല്യം നൽകുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. 2-ാം നിയമം: നിങ്ങളുടെ കയ്യിലെ എല്ലാ കാർഡുകളും ഒരിക്കലും വെളിപ്പെടുത്തരുത്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എല്ലാം അറിയാമെന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങളുടെ പകുതി ശക്തി നഷ്ടപ്പെടുന്നു. നിഗൂഢത ഒരു ആയുധമാണ്, മൗനം ഒരു ഷീൽഡും. ഭൂരിഭാഗം മനുഷ്യരും അമിതമായി സംസാരിക്കുന്നവരാണ്. ചോദിക്കാതെ തന്നെ അവർ തങ്ങളുടെ സ്വപ്നങ്ങളും തന്ത്രങ്ങളും ബലഹീനതകളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. എന്നാൽ അധികാരങ്ങളുടെ ലോകത്ത് ഇത് ആത്മഹത്യക്ക് തുല്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു കോട്ട പോലെ കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ പൊതുവായ കാര്യങ്ങൾ മാത്രം പറയുക. പുഞ്ചിരിക്കുക. നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളെ നിയന്ത്രിക്കാനും ആർക്കും കഴിയില്ല. 3-ാം നിയമം: വശത്തെ വാതിലൂടെ പ്രവേശിക്കുക. എൻ്റർ ത്രൂ ദ സൈഡ് ഡോർ. പ്രധാന വാതിൽ എപ്പോഴും കാവൽക്കാരാൽ സുരക്ഷിതമായിരിക്കും. എല്ലാവരും അങ്ങോട്ട് ഓടുകയും നിരസിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ തന്ത്രശാലിയായ മനുഷ്യൻ വശത്തെ വാതിലിലൂടെ പ്രവേശിക്കുന്നു. അതായത് ഒരു പ്രമുഖ വ്യക്തിയുടെ അസിസ്റ്റന്റോ അവർ വിശ്വസിക്കുന്ന ബിസിനസ് പങ്കാളി അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന ഒരു ചാരിറ്റിയോ ഒക്കെ ആകാം ഈ വശത്തെ വാതിൽ. അവരുമായി ആദ്യം നല്ല ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ പ്രമുഖ വ്യക്തിയുടെ മുന്നിലെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പേര് അവരുടെ കാതുകളിൽ എത്തിയിട്ടുണ്ടാകും. 4-ാം നിയമം: നിങ്ങളുടെ ലോകമല്ല അവരുടെ ലോകത്തെ പ്രതിഫലിക്കുക. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ലോകത്താണ്, അവർ അവരുടേതിലും. അവരുമായി കണക്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ അവരുടെ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. അവർ എങ്ങനെ സംസാരിക്കുന്നു, അവരുടെ ശരീരഭാഷ, അവർ പ്രാധാന്യം നൽകുന്ന വിഷയങ്ങൾ എന്നിവ നിരീക്ഷിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളെ മാറ്റുക, മിറർ ചെയ്യുക. മനുഷ്യർക്ക് അവരെ പോലെയുള്ള ആളുകളോട് പെട്ടെന്ന് അടുപ്പം തോന്നും. ഇത് മറ്റുള്ളവരെ പറ്റിക്കാനല്ല, മറിച്ച് നിങ്ങൾ അവരുടെ ലോകത്തിന് അനുയോജ്യനായ ആളാണെന്ന് കാണിക്കാനാണ്. 5-ാം നിയമം: എപ്പോഴും ലഭ്യമാകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് എപ്പോഴും ലഭ്യമാണോ അത്രത്തോളം നിങ്ങളുടെ മൂല്യം കുറയും. എപ്പോഴും ഒപ്പം ഉണ്ടാകുന്നത് വിശ്വസ്തതയല്ല, മറിച്ച് നിങ്ങളുടെ കയ്യിൽ വേറെ പണിയില്ലെന്നതിൻ്റെ ലക്ഷണമായാണ് അവർ കാണുക. കുറവ് എപ്പോഴും മൂല്യം വർദ്ധിപ്പിക്കുന്നു. ചില ക്ഷണങ്ങൾ നിരസിക്കുക. മറുപടികൾ നൽകാൻ അല്പം സമയമെടുക്കുക. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നല്ല എന്ന് തോന്നുമ്പോൾ അവർ അതിന് കൂടുതൽ വില നൽകും. 6-ാം നിയമം: ആവശ്യമുള്ളതിലും കുറച്ച് മാത്രം സംസാരിക്കുക. വാക്കുകൾ ആയുധങ്ങളാണ്, പലരും അത് വെറുതെ കളയുന്നു. നിങ്ങൾ എത്രത്തോളം കൂടുതൽ സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഭയവും ബലഹീനതകളും
മറ്റുള്ളവർക്ക് മനസ്സിലാകും. ശക്തരായ ആളുകൾ എപ്പോഴും കുറച്ചു മാത്രം സംസാരിക്കുകയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ മറ്റുള്ളവർ അസ്വസ്ഥരാകുകയും അവർ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ വാക്കുകൾ അപൂർവമാകുമ്പോൾ അതിനു മൂല്യമേറും. 7-ാം നിയമം, പൊതുവായ ശത്രുക്കളെ കണ്ടെത്തുക. ഒരു പൊതുവായ ഭീഷണിയോ ശത്രുവോ ഉള്ളപ്പോൾ ആളുകൾ പെട്ടെന്ന് ഒന്നിക്കുന്നു. ആ പ്രമുഖ വ്യക്തി നേരിടുന്ന വെല്ലുവിളികളോ എതിരാളികളോ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ പോരാട്ടത്തിൽ നിങ്ങൾ അവരുടെ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. ഒരേ ലക്ഷ്യത്തിനായി പോരാടുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിരിക്കും. 8-ാം നിയമം, നിങ്ങളുടെ യജമാനനേക്കാൾ തിളങ്ങാൻ ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ബോസിനേക്കാളും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ആളെക്കാളും മിടുക്കനായിരിക്കാം. എന്നാൽ അവരെക്കാൾ വലിയവനാണ് നിങ്ങളെന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളെ ശത്രുവായി കാണും. കാരണം അവരുടെ ഈഗോ അത് സമ്മതിക്കില്ല. നിങ്ങളുടെ കഴിവുകൾ അവരുടെ വിജയത്തിനായി ഉപയോഗിക്കുക. അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ നൽകുക. നിങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാക്കുന്നതുവരെ ഈ കളി തുടരുക. 9-ാം നിയമം, മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കുക. മറ്റുള്ളവരുടെ പുറകെ നടക്കുന്നവർക്ക് പവർ ഉണ്ടായിരിക്കില്ല. ആരെ പിന്തുടരുന്നു എന്നതിലാണ് കാര്യം. ശക്തരായ ആളുകളുടെ പുറകെ നടന്ന് യാചിക്കുന്നതിന് പകരം നിങ്ങളുടെ കഴിവുകൾ കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും മികച്ച വ്യക്തിത്വം കെട്ടിപ്പടുക്കുക. അപ്പോൾ അവർ നിങ്ങളെ തേടി വരും. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ നിബന്ധനകൾക്ക് അനുസരിച്ച് നീങ്ങും. 10-ാം നിയമം, നിങ്ങളുടെ പ്രശസ്തി ജീവനെ പോലെ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാം. എന്നാൽ നിങ്ങളുടെ പ്രശസ്തിക്കോ അന്തസ്സിനോ ഒരു കോട്ടം തട്ടിയാൽ എല്ലാം തകരും. ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് കാര്യം. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിൽ ബഹുമാനമുണ്ടാകണം. അതിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും എപ്പോഴും അകന്ന് നിൽക്കുക. 11-ാം നിയമം, ശത്രുക്കളെ ഉപയോഗിക്കാൻ പഠിക്കുക. ശത്രുക്കളെ വെറുത്തു സമയം കളയരുത്. അവർ നിങ്ങളുടെ ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ തന്ത്രപരമായി ഉപയോഗിക്കുക. പണ്ട് ശത്രുവായിരുന്ന ഒരാളെ നിങ്ങളുടെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വലിയൊരു വിജയമാണ്. പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ പ്രയോജനമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 12-ാം നിയമം, ആളുകളുടെ സ്വാർത്ഥതയോട് സംസാരിക്കുക, അല്ലാതെ കരുണയോടല്ല. ശക്തരായ ആളുകളോട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് സഹായം അഭ്യർത്ഥിക്കരുത്. അവർക്കതിൽ താല്പര്യമില്ല. പകരം നിങ്ങളെ സഹായിച്ചാൽ അവർക്ക് എന്ത് ലാഭമുണ്ട് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുക. അവരുടെ സ്വാർത്ഥതയ്ക്കും ലാഭത്തിനും അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അവർ തീർച്ചയായും നിങ്ങളെ പിന്തുണയ്ക്കും. 13-ാം നിയമം, ചിന്തകൾ സ്വന്തമായി വെക്കുക. പെരുമാറ്റം മറ്റുള്ളവരെ പോലെയാക്കുക. തിങ്ക് ആസ് യു ലൈക്ക് ബട്ട് ബിഹേവ് ലൈക്ക് അതേഴ്സ്. നിങ്ങളുടെ ചിന്തകൾ വളരെ വ്യത്യസ്തമായിരിക്കാം. സമൂഹത്തിന്റെ പല നിയമങ്ങളും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അത് പരസ്യമായി പ്രകടിപ്പിച്ച് നടക്കരുത്. പുറമെ എല്ലാവരെയും പോലെ സാധാരണക്കാരനായി പെരുമാറുക. അവരുടെ വസ്ത്രധാരണ രീതിയും സംസ്കാരവും പിന്തുണയ്ക്കുക. എന്നാൽ ഉള്ളിൽ നിങ്ങളുടെ തന്ത്രപരമായ ചിന്തകൾ സജീവമായിരിക്കണം. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ സമൂഹം എപ്പോഴും ആക്രമിക്കാൻ നോക്കും. അതിനാൽ തന്ത്രപരമായി പെരുമാറി അവരുടെ ഇടയിലേക്ക് ഇൻഫ്ലേറ്റ് ചെയ്യുക. ഈ 13 നിയമങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പക്കലുണ്ട്. ഇത് വെറും അറിവായി സൂക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ ശക്തനാകും.